എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 29 ഇന്ന് ആരംഭിക്കുന്നു. ഈ 5 അധ്യായങ്ങള് രാസക്രീഡ വർണ്ണിക്കുന്ന രാസപഞ്ചാധ്യായി എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള മഹാത്മ്യമേറിയ 5 അധ്യായങ്ങളാണ്. ഗോക്കളെയും ഗോപാലന്മാരെയൊക്കെ മറച്ച സമയത്ത് തന്റെ സങ്കല്പത്താൽ അവരെ എല്ലാം സൃഷ്ടിച്ചു ഭഗവാൻ, അല്ലെ? അങ്ങനെ ബ്രഹ്മാവിനെ ജയിച്ചു. ഗോവർദ്ധന പർവ്വതം ധാരണം ചെയ്തിട്ട് ഇന്ദ്രഗർഭം നശിപ്പിച്ചു. ആ വരുണന്റെ ലോകത്തിൽ പോയിട്ടോ ആ വരുണനെയും ജയിച്ചു. ഇങ്ങനെ ഭഗവാന്റെ സർവോത്കൃഷ്ടതയെ അവിടെയായി പ്രകാശിപ്പിച്ച ഭഗവാൻ ബ്രഹ്മാദി സർവദേവന്മാരെയും ജയിച്ചിരിക്കയാൽ അത്യന്തം ഗർവിഷ്ഠനായ മന്മഥനെയും ഭഗവാൻ ജയിച്ച കഥ മനോഹരമായിട്ട് വർണ്ണിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. വൈരാഗ്യാദി ഷഡ്ഗുണ പരിപൂർണനായിരിക്കുന്ന ഭഗവാനും ശരൽക്കാലത്തിൽ വികസിച്ചു നിൽക്കുന്ന മല്ലിക മുതലായ മനോജ്ഞ കുസുമങ്ങൾ കൊണ്ട് മനോവികാരത്തെ ജനിപ്പിക്കുന്ന ആ രാത്രി സമയങ്ങളെ കണ്ടിട്ടുണ്ടായിട്ടുള്ള ആ പരമോല്ലാസം നിമിത്തം ഗോപസ്ത്രീകളോടുകൂടി രമിക്കാൻ നിശ്ചയിച്ചു. അനേകം സ്ത്രീകളോടുകൂടി ഏകകാലത്തിൽ രമിക്കുന്നതിനു വേണ്ടി തന്റെ യോഗമായയെ ആശ്രയിക്കുകയും ചെയ്തു ഭഗവാൻ. രാസക്രീഡ വർണ്ണിക്കുന്ന ഈ 5 അധ്യായം സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറാൻ ഉപകരിക്കുന്ന മാർഗത്തെ അത്യന്തം മനോഹരമായ രീതിയിൽ ഉപദേശിക്കുകയാണ് നമ്മളോട്. വളരെ മനസ്സിരുത്തി വായിക്കുന്നവർക്ക് മാത്രമേ ഈ രഹസ്യമായിട്ടുള്ള അർത്ഥം മനസ്സിലാവുള്ളൂ. ജ്ഞാനികൾ ധ്യാനനിഷ്ഠയിൽ അനുഭവിക്കുന്ന ബ്രഹ്മാനന്ദവും ഭക്തന്മാര് ഭജന സമയത്തിൽ അനുഭവിക്കുന്ന പരമാനന്ദവും ഒന്ന് തന്നെയാണ്. ഭക്തന്മാരുടെ സകല അഭീഷ്ടങ്ങളും ഭക്തവത്സലൻ ആയ ഭഗവാൻ നൽകുന്നു. മന്ദബുദ്ധികള് വിഷയസുഖങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ഭഗവാൻ അവർക്ക് സ്വരൂപാനന്ദം കൊടുക്കുന്നു. ഇങ്ങനെ ആ ഈശ്വരന്റെ കാരുണ്യം, ആ കാരുണ്യം കൊണ്ട് ഭക്തന്മാരുടെ സംസാര ബന്ധത്തെ മുഴുവൻ കാരുണ്യമൂർത്തി നശിപ്പിക്കുന്നു. എന്നിങ്ങനെയുള്ള ആ രഹസ്യങ്ങളായിട്ടുള്ള അർത്ഥങ്ങള് ആണ് ഈ 5 അധ്യായത്തിൽ കൂടി വെളിപ്പെടുത്തുന്നത്. ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ ആ പിപീലിക പര്യന്തമുള്ള സകല പ്രാണികളെയും ജയിച്ചിരിക്കുന്ന ഞാൻ തന്നെ ലോകത്തിൽ പ്രാണിവർഗത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ എന്നുള്ള ആ മന്മഥന്റെ അഹങ്കാരത്തെ ഭഗവാൻ നശിപ്പിച്ചിരിക്കുന്നു. ആത്മാരാമോപ്യ അരീരമൽ എന്ന് പറയുന്നുണ്ട് ഇതില്. അപ്പൊ തന്നിൽ തന്നെ രമിക്കുന്നവനെങ്കിലും തന്റെ ഭക്തകളെ രമിപ്പിച്ചു. ഭഗവാനോ താൻ സ്വരൂപാനന്ദത്തിൽ രമിച്ചതല്ലാതെ ഗോപസ്ത്രീകളിൽ രമിച്ചിട്ടില്ല. എന്നാൽ തന്നെ ഭജിക്കുന്ന ആ ഗോപസ്ത്രീകളുടെ മനസ്സിനെ തന്നിൽ മാത്രം ലയിപ്പിച്ച് അവരെ അനുഗ്രഹിച്ചതിനാൽ ഭഗവത് സംയോഗം നിമിത്തമുള്ള പരമാനന്ദത്തെ അവര് പ്രാപിച്ചു. അല്ലാതെ പ്രാകൃത സ്ത്രീ പുരുഷ സംയോഗജന്യ സുഖത്തെ ഗോപികള് പ്രാപിച്ചിട്ടില്ല, ഭഗവാൻ അവർക്ക് നൽകിയിട്ടുമില്ല. സാക്ഷാൽ മന്മഥ ദേവ മനുഷ്യാദി സകല ജീവജാലങ്ങളുടെയും മനസ്സിനെ വികാരപ്പെടുത്തുന്ന ആ മന്മഥന്റെയും മനസ്സിന് വികാരത്തെ ജനിപ്പിച്ചവൻ എന്നും ആത്മന്യ അവരുദ്ധ സൗരത സുരത സംബന്ധമായ സുഖത്തെ ആത്മാവിങ്കൽ അടക്കിയവൻ, അതായത് സുരത സുഖത്തെക്കാൾ എത്രയോ അത്യാനന്ദ സ്വരൂപമായ ആത്മാവിൽ തന്നെ രമിച്ചവൻ എന്നും അവിടെ വിവരിച്ചിട്ടുണ്ട് ഇതില്. അതുകൊണ്ട് ഭഗവാൻ മന്മഥ വികാരത്തിന് കീഴടങ്ങിയവനല്ല. ഏതെങ്കിലും ഒരു മനോവികാരത്തിന് കീഴടങ്ങിയവനെ ഭഗവാൻ എന്ന് പറയാനും പാടില്ലല്ലോ. അപ്പൊ പ്രാകൃത സ്ത്രീ പുരുഷ സംയോഗത്താൽ അനുഭവിക്കുന്ന ആത്മാനന്ദ ആഭാസ സുഖത്തെ പരമാത്മസ്വരൂപനായ ഭഗവാൻ അനുഭവിച്ചു എന്ന് പറയുന്നത് യുക്തമല്ല. അതുകൊണ്ട് ശൃംഗാരകഥ എന്ന വ്യാജരൂപേണ നിവൃത്തിമാർഗത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് ഈ 5 അധ്യായം സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. പരമഹംസ ശിരോമണിയായ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന്റെ ചോദ്യം അനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രകടലീല വർണ്ണിക്കാൻ ഒരുമ്പെട്ടു. അദ്ദേഹത്തിന്റെ ജന്മലീല, പൂതനാമോക്ഷം മുതലായിട്ടുള്ള ബാല്യലീല, പിന്നെ ഗോചാരണം മുതലായുള്ള പൗഗണ്ഡലീല ഇവയെല്ലാം വർണ്ണിച്ചു. പിന്നെതാ ഭഗവാന്റെ പരമ മധുരമായ കൈശോരലീല വർണ്ണനം ചെയ്തു. ഈ അധ്യായം മുതൽക്ക് സകല ലീലാമുകുടമണിയായ ശ്രീ രാസലീല വർണ്ണിക്കാൻ ആരംഭിച്ചു. ഇത് മുതല് 5 അധ്യായങ്ങളെ രാസ പഞ്ചാധ്യായി എന്നാണ് പൂർവാചാര്യന്മാര് പറഞ്ഞു വരുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം യാഥാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ഏകോനത്രിംശോऽധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഭഗവാനവിതാരാത്രി ശരദോൽപുല്ലമല്ലികാഃ വീക്ഷ്യ രന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. ഭഗവാൻ അപി ഭഗവാനും ശരദ ശരൽക്കാലത്തിനാൽ ഉൽപുല്ല മല്ലികാഹ വികസിച്ച മല്ലികകളോടുകൂടിയ താ രാത്രി ആ രാത്രികളെ വീക്ഷ്യ കണ്ടിട്ട് യോഗമായയെ ഉപാശ്രിത സ്വീകരിച്ചിട്ട് രന്തും രമിക്കാനായിക്കൊണ്ട് മനസ്സിനെ ചക്രേ ചെയ്തു. മനോഹരമായ ആ ശരൽക്കാലം പൗർണമി ദിവസം പൂർണ്ണചന്ദ്രോദയം കഴിഞ്ഞ് പ്രകാശമാനമാകിയ ഒരു രാത്രി ആ കരുണാവാരിധിയായ ഭഗവാൻ ഗോപകളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ച് ആ കാളീന്ദ നദിയുടെ തീരത്തിൽ വന്ന് ജനമോഹനമായ വേണുഗാനം ആരംഭിച്ചു. തതോടുരാജ കകുഭക്കരേർമുഖം പ്രാച്യാവിലിംബൻ അരുണേന ശാന്തമൈഃ സചർഷണീനാം ഉദഗാച്ഛുജോ മൃജൻ പ്രിയായ ഇവ ദീർഘദർശന. ആ ശൃംഗാര രസ പരിപുഷ്ടിക്ക് യോജിച്ചതായിട്ടുള്ള ആ സമയം അതാണ് ചന്ദ്രോദയം. അതിനെ വർണ്ണിക്കുകയാണ്. ഭഗവാൻ എപ്പോൾ രമിക്കാൻ ആഗ്രഹിച്ചുവോ അപ്പോ ആഹ്ലാദകരനായ ചന്ദ്രൻ കിഴക്ക് ദിക്കാകുന്ന ആ തന്റെ പ്രിയതമയുടെ മുഖത്തിൽ ഉദയരാഗമാകുന്ന കുങ്കുമം അതിശീതങ്ങളായ കിരണങ്ങളാകുന്ന കൈകളാൽ കുറിയിട്ടുകൊണ്ടും
പകൽക്കാലത്തിലുണ്ടായിരുന്ന ആ സൂര്യാതപങ്ങളാൽ അധികം ചുട്ടിങ്ങനെ പഴുത്തിരിക്കുന്ന ചരാചരങ്ങളെയും തന്റെ അമൃത ശീതള കിരണങ്ങൾ കൊണ്ട് തലോടി അവയുടെ സന്താപങ്ങൾ നശിപ്പിച്ചുകൊണ്ടും ഉദിച്ചു. എന്താ വർണ്ണന അല്ലെ. ഏതുപോലെ എന്നാൽ അധികകാലമായി പ്രിയതമയെ പിരിഞ്ഞ് ദേശാന്തര സഞ്ചാരത്തിന് പോയിരുന്ന വല്ലഭൻ ഗൃഹത്തിൽ വന്ന ശേഷം തന്റെ വിയോഗത്താൽ കുണ്ഠിതയായിരുന്ന വല്ലഭയെ ആനന്ദിപ്പിക്കാൻ അതിസുഖകരങ്ങളായ തന്റെ സ്വന്തം കൈകൾ കൊണ്ട് മുഖത്തിൽ സിന്ദൂര പൊട്ടുകൊടുത്ത് അവളിലുള്ള അനുരാഗം പ്രകാശിപ്പിക്കുന്നത് പോലെ ചന്ദ്രൻ കിഴക്ക് ദിക്കിൽ ഉദയാനുരാഗത്തെ പ്രകാശിപ്പിച്ചു. ആകാശത്തിലെ നിരന്നു പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുടെ മധ്യേ വിളങ്ങുന്ന ചന്ദ്രനെയും കിഴക്ക് ദിക്കിൽ പ്രകാശിച്ചു കാണുന്ന ആരുണ്യത്തെയും കാണുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം ഉണ്ടാവും അല്ലെ. പ്രിയതമാ സംയോഗത്തില് കൗതുകം ജനിക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് ഭഗവാന്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ചന്ദ്രൻ ഭഗവാന്റെ സങ്കല്പത്തെ അറിഞ്ഞിട്ട് എന്ന പോലെ ആനന്ദിപ്പിച്ചുകൊണ്ട് വിളങ്ങി. അതാണ് അതിന്റെ അർത്ഥം. ചന്ദ്രമാ മനസ്സോജാത, ചന്ദ്രൻ വിരാട് പുരുഷന്റെ മനസ്സിൽ നിന്നുണ്ടായി എന്ന ആ സൂക്തവചനം ഇവിടെ പ്രമാണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ